തിരുവനന്തപുരം വെള്ളറടയിൽ ഉത്സവത്തിന്റെ പണിയെടുത്ത എസ്ഐയെ തല്ലി. തിരക്ക് നിയന്ത്രിക്കാൻ വാഹനമൊക്കെ നിയന്ത്രിക്കായിരുന്നു. ഇതിനിടയിലുണ്ടായ തർക്കത്തിൽ കാക്കിയിട്ട പോലീസുകാരന് നടുറോഡിൽ വെള്ളറ CPIM ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് തല്ലിച്ചതച്ചത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് റിനൂർ ശ്രീധർ തയ്യാറാക്കിയ സമഗ്രമായ റിപ്പോർട്ടിൽ ഇന്നലെ രാത്രി 9:30 കൂടിയാണ് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട ജംഗ്ഷനിൽ വെച്ച വെള്ളറട പോലീസ് സ്റ്റേഷനിലെ പ്രിൻസിപ്പൽ SI ആയിട്ടുള്ള അഭിജിത്തിന് CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രദീപിന്റെ ക്രൂരമായിട്ടുള്ള മർദ്ദനം ഏൽക്കുന്നത്. സംഭവം ഇങ്ങനെയാണ്. വെള്ളറട ചൂണ്ടിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടിമര ഘോഷയാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഞ്ചരിക്കുന്ന ഗാനമേളയുണ്ടായിരുന്ന ഒരു ലോറിയിൽ വെള്ളറട ജംഗ്ഷനിൽ എത്തുമ്പോഴേക്കും വലിയ രീതിയിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നു. പോലീസ് ഇടപെടുകയും ചെയ്യുന്നു. പോലീസ് വാഹനം നിയന്ത്രിക്കുന്നു. തുടർന്നാണ് ഈ പോലീസുകാർ, അതായത് SI അഭിജിത്തും പോലീസ് ഉദ്യോഗസ്ഥരും ഒപ്പം അവിടെ ഉണ്ടായിരുന്ന പ്രാദേശിക തലത്തിലുള്ള CPMന്റെ പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിലുള്ള വാക്കേറ്റം ഉണ്ടാകുന്നത് ഈ ഗതാഗത ക്രമീകരണവുമായി ബന്ധപ്പെട്ട്. തുടർന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള പ്രദീപ് അവിടേക്ക് എത്തുകയും ഈ പോലീസുകാരനെ, അതായത് SI അഭിജിത്തിനെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ ജനനേന്ദ്രിയത്തിനും ഒപ്പം വയറ്റിനും ചവിട്ടേറ്റിട്ടുണ്ട്. അദ്ദേഹം പാറശാല ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പോലീസ് കണ്ടാലറിയാവുന്ന രണ്ടുപേർക്കെതിരെയും ഒപ്പം ഈ പ്രദീപിനെയും മുഖ്യപ്രതിയാക്കിക്കൊണ്ട്, ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് കേസെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് കേസെടുത്തു എന്ന് തന്നെയാണ്. പക്ഷേ കേസെടുത്തെങ്കിലും ഇതുവരെയായിട്ടും പ്രദീപിനെ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്, പ്രദീപിനെ ഇതുവരെയും കസ്റ്റഡിയിൽ എടുക്കുവാൻ വേണ്ടി പോലീസിനായിട്ടില്ല എന്നുള്ളത്. ഒരു പോലീസ് സ്റ്റേഷനിലെ SI, പ്രിൻസിപ്പൽ SI അതിക്രൂരമായി ജനങ്ങളുടെ മുന്നിലിട്ട് മർദ്ദിച്ച ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, CPMന്റെ പ്രാദേശിക നേതാവിനെ ഈ സമയം വരെയായിട്ടും പോലീസിന് കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.